എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 7ാം ക്ലാസ് കേരള പാഠാവലി അതായത് മലയാളം ഫസ്റ്റിലെ ആൻസർ കീ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം എന്നതാണ്. നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. വിദ്യാലയം ആരെ പോലെയാണ്? ഉത്തരം അമ്മ പക്ഷിയെ പോലെ. അടുത്ത ചോദ്യം, അരുമക്കുട്ടികളെ ചിറകിനടിയിൽ ഒളിപ്പിക്കുന്ന പക്ഷിയായി സങ്കല്പിച്ചിരിക്കുന്നത് ആരെയാണ്? വിദ്യാലയത്തെ. കൂർത്തുകിടക്കുന്ന കല്ലും മുള്ളും അർത്ഥമാക്കുന്നത് എന്ത്? ഉത്തരം വൈവിധ്യമുള്ള ജീവിതാനുഭവങ്ങൾ. പല പല വിദ്യകളുണ്ടവയെല്ലാം വിദ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഉത്തരം കുട്ടികൾക്ക് പകരുന്ന അറിവ്. പക്ഷിക്കുഞ്ഞുങ്ങളെ കൊത്തിയകറ്റുന്നത് തുടർ പഠനത്തിന്. അടുത്തത് പ്രവർത്തനം 2 പോസ്റ്റർ തയ്യാറാക്കാനാണ്. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ചിത്രങ്ങളും അതോടൊപ്പം തന്നെ നല്ലൊരു വാചകവും ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായി ശീർഷകത്തിൻ്റെ ഔചിത്യമാണ്. ഈ കഥ വായിച്ച് അതിൻ്റെ ശീർഷകത്തിൻ്റെ ഔചിത്യം പരിശോധിക്കാനാണ് ചോദ്യം. നിറമില്ലാത്ത സ്വപ്നങ്ങൾ എന്നാണ്. ശീർഷകത്തിൻ്റെ ഔചിത്യം തയ്യാറാക്കുമ്പോൾ കഥയിലെ ആശയം, കഥാപാത്ര സൃഷ്ടി, ശീർഷകം എന്നിവയുമായുള്ള ബന്ധം, കൂടാതെ അത് എത്രമാത്രം ഇതിന് അനുയോജ്യമാണ് എന്ന് കൂടി ചേർത്ത് ആണ് ഉത്തരം എഴുതേണ്ടത്. അടുത്തത് കുറിഞ്ഞിച്ചെടിയുടെ കാത്തുകിടപ്പിനെ സൂചിപ്പിക്കുന്നത് എന്ത്? ഉത്തരം നീണ്ട തപസ്. പ്രവർത്തനം 4 ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ഈ കവിത വായിച്ച് അതിൻ്റെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ കവിതയുടെ ആശയം, അതോടൊപ്പം തന്നെ കവിയെക്കുറിച്ച്, കൂടാതെ മറ്റ് പ്രയോഗഭംഗികൾ എല്ലാം ഉൾപ്പെടുത്തി ആണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ബി ആൻസർ. കാട്ടുപൂക്കളുടെ വർണ്ണവും സുഗന്ധവും ഉണ്ടാക്കിയിരിക്കുന്നത് ആർക്കാണ്? ഉത്തരം പൂമ്പാറ്റ. അടുത്തത് പ്രവർത്തനം 5 യാത്രാവിവരണം തയ്യാറാക്കാനാണ്. നിങ്ങൾ ആസ്വദിച്ച യാത്രയുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി യാത്രാവിവരണം തയ്യാറാക്കാനാണ്. യാത്രാവിവരണം തയ്യാറാക്കുമ്പോൾ കണ്ട കാഴ്ചകൾ, അനുഭവങ്ങൾ എല്ലാം ഉൾപ്പെടുത്തി ആണ് യാത്രാവിവരണം തയ്യാറാക്കേണ്ടത്. അതിന് കൃത്യമായ ഒരു ഓർഡറിൽ ചേർത്ത് എഴുതിയാൽ നല്ല മാർക്ക് തന്നെ കൈവരിക്കാൻ സാധിക്കും. പ്രവർത്തനം 6 വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ഈ കവിത വായിച്ച് മനസ്സിലെ കിളി എന്ന പാഠഭാഗത്തിലെ ആശയങ്ങളും ഉൾപ്പെടുത്തി വിശകലനക്കുറിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. 2 കവിതകളും തമ്മിലുള്ള ബന്ധം, അതോടൊപ്പം തന്നെ വ്യത്യാസങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയാണ് വിശകലനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അടുത്ത ചോദ്യം, വിഭജിതൻ തന്തികളിൽ അദൃശ്യ പുഷ്പങ്ങളായി നിൽക്കുന്നത്? ഉത്തരം ഇന്നലെ അവർ പാടിയ ഗാനങ്ങൾ. വീഡിയോയുടെ അവസാനിക്കുന്നു. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.